2026 ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തങ്ങൾക്ക് ലഭിക്കണമെന്ന ആവശ്യവുമായി PV അൻവർ. മാത്രമല്ല, മലപ്പുറം ജില്ല വിഭജിക്കണം, തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മലയോര മേഖല ഉൾപ്പെടുത്തി പുതിയ ജില്ല വേണമെന്നും അൻവർ. അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനെതിരെയും ഇന്ന് കടുത്ത ഭാഷയിൽ അൻവർ വിമർശനമുയർത്തി. VD സതീശൻ മുക്കാൽ പിണറായി വിജയനാണെന്ന് അൻവർ. എന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ 9 മണി വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ. ഞാൻ മുന്നോട്ട് വെച്ച ചില ഓഫറുകൾ തന്നിട്ടുണ്ട്. ഞാൻ അവരുടെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, VD സതീശനെ UDFൻ്റെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ, മുക്കാ പിണറായിയെ കയറ്റാൻ ഞാനില്ല. അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം, മുഖ്യമന്ത്രി പദം ഏതായാലും നിങ്ങൾ തരില്ല. ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26 ഈ UDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും. ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. ഇനിയൊരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുതന്നെ എൻ്റെ സ്റ്റാൻഡ്. അതേസമയം നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഇന്ന് സ്ഥാനാർത്ഥി ചിത്രം തെളിയും. PV അൻവറിന്റെ ചിഹ്നത്തിനും ഇന്ന് തീരുമാനമാകും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തും. നിലമ്പൂരിൽ നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, PV അൻവർ ചില ഉപാധികളൊക്കെ മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹവുമായി ഇപ്പോഴും UDF നേതാക്കൾ ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് ആരാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ടോ? ഈ ഉപാധികൾ അദ്ദേഹം UDF പോലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരം ഉറപ്പുകൾ അദ്ദേഹത്തിന് കിട്ടാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൂടി ഒരു കൗതുകകരമായ കാര്യമായി തോന്നുന്നു. തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. ഇത് ഒരു നടക്കാത്ത സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. അത് അത്ര എളുപ്പത്തിൽ നടക്കാവുന്ന ഒരു കാര്യമല്ല അൻവർ വെച്ചിട്ടുള്ള ഈ ഉപാധികളെല്ലാം. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഭ്യന്തര വകുപ്പും ഒപ്പം തന്നെ വനം വകുപ്പും. ഈ രണ്ട് പ്രശ്നങ്ങളുമായിട്ടാണ് താൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി രംഗത്തുള്ളത്, സജീവമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രണ്ട് വകുപ്പുകളും തങ്ങൾക്ക് വേണം. ഒപ്പം തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രതിസന്ധികൾ ഇവയെല്ലാം പരിഹരിക്കുന്നതിന് ആണ് വനം വകുപ്പ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് വകുപ്പുകളും തങ്ങൾക്ക് ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്ന് രാവിലെ 9 മണി വരെയും പല മുതിർന്ന നേതാക്കളും താനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതായത് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം. ഈ അവസാന ദിവസത്തിലും അത്തരം ചർച്ചകളൊക്കെ തുടരുന്നു. അത്തരം ചർച്ചകൾ തുടരുമ്പോഴാണ് ഇപ്പോൾ പുതിയ ഉപാധികളുമായി PV അൻവർ എത്തിയിട്ടുള്ളത്. എന്തായാലും അത് നിലവിലെ സാഹചര്യത്തിൽ അതിന് എത്ര കണ്ട് ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ളതൊക്കെ കാണേണ്ടത് തന്നെയാണ്. കാരണം വലിയ ആവശ്യവും വലിയ ഉപാധിയും തന്നെയാണ് PV അൻവർ അവിടെ വെച്ചിട്ടുള്ളത്. കാരണം UDFൻ്റെ ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് VD സതീശനാണ് തന്നെ ഈ മത്സരരംഗത്തേക്ക് തള്ളിവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. VD സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ല, അതായത് VD സതീശൻ ഒരു മുക്കാൽ പിണറായിയാണ് എന്ന് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. ഇപ്പോൾ രാവിലെ ചില വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം. ഇപ്പോൾ അല്പം കഴിഞ്ഞ് മറ്റ് ഇടങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, എടക്കര ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോയി നേരിട്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതായത് PV അൻവർ മത്സരരംഗത്ത് പിന്മാറില്ല എന്ന് ഏകദേശം ഉറപ്പായി. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും. അതുകൊണ്ട് അദ്ദേഹം സജീവമാവുകയാണ്. നേരത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിലായിരുന്ന പോസ്റ്ററുകളും ബാനറുകളൊക്കെ തയ്യാറാക്കിയിരുന്നു. അതെല്ലാം ഒഴിവാക്കി ഇപ്പോൾ അതിൽ ആ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള ഭാഗം മാത്രം മായ്ച്ചു കളഞ്ഞ് പ്രചരണ രംഗത്ത് എല്ലാം ഇപ്പോൾ അവരുടെ പ്രവർത്തകരും സജീവമായിട്ടുണ്ട്. എന്തായാലും PV അൻവർ മത്സരരംഗത്തുണ്ടാകുന്ന ഉറപ്പാണ്. ഒപ്പം തന്നെ UDFുമായുള്ള ചർച്ച, കോൺഗ്രസുമായുള്ള ചർച്ചകളൊക്കെ തുടരുന്നുണ്ടെങ്കിലും വെച്ചിട്ടുള്ള ഉപാധികൾ അംഗീകരിച്ച് UDFനോ കോൺഗ്രസിനോ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യവുമല്ല നിലവിലുള്ളത്. ലക്ഷ്മി. ശാന്തകുമാർ, ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് എത്തുകയാണ്. അദ്ദേഹം എവിടെയൊക്കെയാണ് എത്തുന്നത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ?
ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വൈകിയാണ് നടന്നതെങ്കിലും അവരുടെ പ്രചരണ രംഗത്ത് അവർ പ്രധാനമായും ചില കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് വോട്ടഭ്യർത്ഥനയും നടന്നിരുന്നത്. ഇന്നാണ് ഇപ്പോൾ ഒരു പ്രചരണ രംഗത്ത് സജീവമാകുന്നതെന്ന് പറയാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് എത്തുന്നുണ്ട്. വൈകിട്ട് 3 മണിക്കാണ് അവരുടെ കൺവെൻഷനും നടക്കുന്നത്. ആ കൺവെൻഷനിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ബി ജെ പിയും തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട്. പ്രധാനമായും അവർ ചെയ്യുന്ന അവരുടെ പ്രവർത്തന മേഖല ഈ ക്രിസ്ത്യൻ മേഖലകളിലെ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് മോഹൻ ജോർജ് രാവിലെ മുതൽ തന്നെ ഇന്നലെയും ഇന്നുമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തുടർന്നിരുന്നത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ കൺവെൻഷനോട് കഴിയുന്നതോടുകൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രചരണ രംഗത്ത് സജീവമാകാൻ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഉദ്ദേശിക്കുന്നത്. LDF-ഉം അതുപോലെ തന്നെ UDF-ഉം അവരുടെ പതിവ് രീതിയിൽ രാവിലെ തന്നെ മത്സരരംഗത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള നേരിട്ട് വോട്ടർമാരെ കാണുന്നതിനുള്ള സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുക്കുന്ന പരിപാടികളാണ്. ഇന്ന് സ്വരാജ് മൂത്തേടത്തും അതേപോലെ തന്നെ മൂത്തേടം പഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ ആര്യടൻ ഷൗക്കത്ത് എടക്കര പഞ്ചായത്തിലുമാണ് ഇന്ന് പ്രചരണം ആരംഭിക്കുന്നത്. അത് രാവിലെ 8 മണിക്ക് ആരംഭിച്ച ഈ പ്രചരണം വൈകിട്ട് 9 മണി വരെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.